നെക്സ്റ്റ് നമ്മൾ കാറ്റഗറി ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് ഡാഷ്ബോർഡിൽ സെറ്റിങ്സിൽ വരുന്നു, കാറ്റഗറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. 500 KB താഴെയുള്ള ഇമേജസ് ആണ് കാറ്റഗറിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർ ബെറ്റർ പേജ് ഒപ്റ്റിമൈസേഷൻ. ആഡ് ന്യൂ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഞാൻ കാറ്റഗറിക്ക് വേണ്ടി ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുന്നു. സാരിയാണ്, സാരീസ് എന്നുള്ള കാറ്റഗറി നെയിം കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഒന്നുമില്ലെങ്കിൽ നിർബന്ധമില്ല. പ്രയോറിറ്റി ആണ്, പ്രയോറിറ്റി 1 കൊടുക്കുന്നു. സെയിം ആസ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിൽ നമ്മൾ എന്താണോ ഏത് പ്രൊഡക്റ്റാണോ ആദ്യം വരേണ്ടത് ആ പ്രൊഡക്റ്റിന് പ്രയോറിറ്റി കൊടുത്ത പോലെ ഏത് കാറ്റഗറിയാണ് ആദ്യം കാണിക്കേണ്ടത് അത് നമ്മൾ 1 കൊടുക്കുന്നു. സേവ് കാറ്റഗറി കൊടുക്കുന്നു. സാരീസ് സേവ് കാറ്റഗറി കൊടുക്കുന്നു. കാറ്റഗറി നമ്മൾ സേവ് ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ബാക്കിയുള്ള കാറ്റഗറിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. യെസ്, ഞാൻ 6 കാറ്റഗറി വളരെ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാറ്റഗറീസ് വരുന്നത്: സാരീസ്, അനർക്കലീസ്, ചുരിദാർസ്, കുർത്തി, ലഹങ്കാസ്, പലാസോസ്. അപ്പോൾ കാറ്റഗറിയുടെ അഡീഷനോടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാറ്റഗറി നമുക്ക് എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം, പ്രയോറിറ്റി മാറ്റണമെങ്കിൽ മാറ്റാം, ഇമേജസ് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്ഡേറ്റ് ചെയ്താൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് വരും. റെക്കമെൻഡ് ചെയ്യുന്ന സൈസ് 1:1 എക്സ്പെക്ടേഷനിലാണ്. വളരെ സൈസ് കുറഞ്ഞ ഇമേജസ്, ക്വാളിറ്റിയുള്ള ഇമേജസ് അപ്ലോഡ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. സൈസ് പെട്ടെന്ന് ലോഡ് ചെയ്യാനും എല്ലാവരും ഫാസ്റ്റായിട്ട് ഇൻ്റർനെറ്റിലായിരിക്കില്ല സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ബെറ്റർ ഒപ്റ്റിമൈസേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മുടെ സ്റ്റോർ ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ട് ഞാൻ. നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ സ്റ്റോർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കവർ ഇമേജ് വന്നിട്ടുണ്ട്, ഫീച്ചേർഡ് പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട്, കാറ്റഗറീസ് കാണിക്കുന്നുണ്ട്. കണ്ടോ? യെസ്. ഇനി ഇപ്പോൾ കാറ്റഗറി ക്ലിക്ക് ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല, കാരണം കാറ്റഗറിയും പ്രൊഡക്റ്റും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. നമുക്കിനി കണക്ട് ചെയ്യാം. ഞാൻ സാരി ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ കാറ്റഗറിയും ഇവിടെ കാണിക്കും. ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, അപ്ഡേറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ആ കാറ്റഗറി ആ പ്രൊഡക്റ്റിന് മാപ്പായി. അടുത്തത് ഞാൻ അനാർക്കലി സെറ്റ് എടുക്കുന്നു, അനാർക്കലിയും സെലക്ട് ചെയ്യുന്നു, കാറ്റഗറി ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, അപ്ഡേറ്റ് ആവുന്നു. ചുരിദാർ എടുക്കുന്നു, ചുരിദാറിൽ വന്നിട്ട് ചുരിദാർസ് ക്ലിക്ക് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും ഓപ്പൺ ചെയ്ത് ചെയ്യണമെന്നില്ല. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്വിക്ക് പ്രോ പാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. ചുരിദാർ എടുത്തു, ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ചെയ്തു, റെക്കോർഡിംഗ് ഓൺ ആക്കാനായിട്ട് മറന്നുപോയി. ഫോർ എക്സാമ്പിൾ മാറ്റണമെങ്കിൽ ഇതിപ്പം അനാർക്കലി മാറ്റിയിട്ട് ചുരിദാർ എടുത്ത് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഓരോ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യാണ്ടും നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ടും ചെയ്യാം. ക്വിക്ക് പ്രോ പാനൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് അങ്ങനത്തെ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്കി എല്ലാവർക്കും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ സെല്ലേഴ്സിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കാറ്റഗറി പേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഹോം പേജ് ഇങ്ങനെയായിരിക്കും വരിക. ഇനി ഒരു പ്രൊഡക്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വരും. നമ്മൾ കാറ്റഗറി പേജുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വരും. സാരി എന്നുള്ള പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലാ സാരി മാത്രം വന്നു. ഇതിപ്പോൾ എല്ലാ പ്രൊഡക്റ്റും വന്നു. ഇനി പ്രൈസ് ലോ ടു ഹൈ ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാം, ഹൈ ടു ലോ കൊടുക്കാം. പലാസോ എന്നുള്ള കാറ്റഗറി മാത്രം സെലക്ട് ചെയ്താൽ അതും കിട്ടും. ഇനി നിങ്ങളിപ്പോൾ ഒരു സെല്ലറാണ്, നിങ്ങൾക്ക് സാരീസിന് ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പുകളിലോ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് മാത്രം ഫോർവേഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് നമുക്ക്. ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. ഇനി ആ കസ്റ്റമർ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ആ പ്രൊഡക്റ്റിൻ്റെ സെലക്റ്റഡ് കാറ്റഗറി മാത്രം കാണിക്കും. അങ്ങനെ സ്പെസിഫിക് കാറ്റഗറി കൊടുക്കാം. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ കാറ്റഗറിയും വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ ലിങ്ക് കസ്റ്റമർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഈ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 പ്രൊഡക്റ്റ് മാത്രം ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ പേജ് കാണിച്ചു തരും. അപ്പോൾ കാറ്റഗറി നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റിലൂടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്റ്റോർ നോക്കൂ, നല്ല എലഗൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവർ ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. മൊബൈലിലാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ആയിരിക്കും വരിക, കണ്ടോ. ഇനിയിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ വരും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ചെക്കൗട്ട് പേജ് ഉണ്ടാവുക.